നവരശ്മി ബാലജന സഖ്യത്തിന്റെ 26ാം വാർഷികാഘോഷമായ നിറവ് 2025 സാംസ്കാരികോത്സവം വർണ്ണാഭമായി. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലതിക ടീച്ചറുടെ പാട്ടുകൾ പലരും കേട്ടിട്ടുണ്ടെങ്കിലും അത് ആരാണ് പാടിയത് എന്നതിനെ കുറിച്ച് പലർക്കും അറിയുണ്ടാവില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അതെനിക്കൊരു വലിയ അത്ഭുതം തോന്നുന്നില്ല. കാരണം അത് ഞാനും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു 600-ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും 1-2 പാട്ടുകളൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അത് അത്രയേ ഉള്ളൂ. കാരണം പലരും ഇന്ന ആളാണ് പാടിയത് അല്ല എഴുതിയത് എന്നൊന്നും അറിഞ്ഞുകൊള്ളുന്നില്ല പാട്ട് ആസ്വദിക്കുമ്പോൾ. ഒരർത്ഥത്തിൽ അത് സന്തോഷകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം നമ്മളെ അറിയാതെ ഇന്ന ആളാണ് എഴുതിയത് അല്ലെങ്കിൽ ഇന്ന ആളാണ് പാടിയത് എന്നറിയാതെ ഒരു ഒരു കലാസൃഷ്ടിയെ നമുക്ക് അപരിചിതരായിട്ടുള്ള ആളുകൾ അത് ആസ്വദിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിലും അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മറിച്ചിപ്പോൾ ഒരു ആളെ പരിചയം ഉണ്ടെങ്കിൽ ഇപ്പം ഇന്ന ആൾ ഇപ്പോൾ റഫീഖ് എഴുതിയിട്ടുള്ളതാണ്, അപ്പോൾ റഫീഖിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ റഫീഖിനോട് കുറേ കൂടി അടുപ്പ സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർ അയാളോടുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ ആ പാട്ടിനെ നല്ലതെന്ന് പറയും. ഇതിപ്പോൾ നമ്മളെപ്പറ്റി യാതൊരു പരിചയമില്ലാത്ത, ആരാണ് എഴുതിയതെന്നറിയാതെ ആരാണ് പാടിയതെന്നറിയാതെ ഒരു പാട്ടിനെ ആളുകൾ സ്നേഹിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കലാസൃഷ്ടിയുടെ ആസ്വാദനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം പിന്നണി ഗായിക എൻ ലതികയ്ക്ക് നൽകി ആദരിച്ചു. ഇപ്പോൾ ഇനി എനിക്കൊരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നൊക്കെ എല്ലാവരും ആശംസിക്കുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, സന്തുഷ്ടയാണ്. കാരണം ഒരു നല്ല കാലഘട്ടത്തിൽ കുറച്ച് നല്ല പാട്ടുകൾ പാടാൻ കഴിഞ്ഞു. അത് നിങ്ങളെല്ലാവരും ഇപ്പോഴും ഓർക്കുന്നു, കേൾക്കുന്നു എന്നതാണ് എൻ്റെ സന്തോഷം. കാരണം ഇപ്പം ഈ കാതോട് കാതോരം അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പുഷ്പതൽപ്പത്തിൽ എൻ്റെ ആദ്യത്തെ പാട്ടാണ്. 76 പാടിയ പാട്ടാണ്. 50ാമത്തെ വർഷമാണ്. കാതോട് കാതോരം 40ാമത്തെ വർഷമാണ്. ഈ 40 വർഷവും നിങ്ങളെല്ലാവരും ഈ പാട്ടൊക്കെ കേൾക്കുന്നില്ല. അതൊക്കെ തന്നെയാണ് എൻ്റെ സമ്പാദ്യം. എല്ലാവരുടെയും സ്നേഹം ഞാനിപ്പോൾ ശരിക്കും ഇപ്പം എല്ലാവരും എന്നെ അറിഞ്ഞു വരുന്നുണ്ട്. അത് സന്തോഷമാണ്. ഞാനത് ആസ്വദിക്കുന്നു. എല്ലാവരും എന്നെ കാണുമ്പോൾ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ എന്നോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. സാംസ്കാരികോത്സവം കൺവീനർ KB പ്രമോദ് അധ്യക്ഷനായി. കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ TT പോൾ, ചേനം തരിശുപടവ് പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി എന്നിവരെ കർമ്മശ്രേഷ്ഠ പുരസ്കാരവും മാസ്റ്റർ ജോസഫ് ആന്റണിയെ ബാലപ്രതിഭാ പുരസ്കാരവും നൽകി ആദരിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, സംഗീത സംവിധായകൻ നടേശ് ശങ്കർ, TT പോൾ മാസ്റ്റർ, KL ആന്റണി, KB പ്രസാദ്, PK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാതോട് കാതോരം സംഗീത നിശയും കലാ അരങ്ങും അരങ്ങേറി. ഗായകരായ N ലതിക, എടപ്പാൾ വിശ്വനാഥൻ, റീന മുരളി, കിഷോർ കേശവ്, U ഉമേഷ് നായർ, പ്രദീപ് ചൊവ്വൂർ, മണികണ്ഠൻ കിഴക്കൂട്ട്, ഗൗരി നാരായണൻ, അക്ഷര മണികണ്ഠൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു.